ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ, ഒത്തിരി അനുഗ്രഹത്തിൻ്റെ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോവുകയാണ്. ഇന്ന് ഈ നിത്യജീവൻ ശുശ്രൂഷ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് ഒരു ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ആത്മീയ പോരാട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കുചേരുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഒരു കൃപയുടെ അവസ്ഥയാണ് ഒരു മനുഷ്യ ആത്മാവിൻ്റെ ദാഹം എന്താണെന്ന് തിരിച്ചറിയുക. നമ്മൾ ഓരോരുത്തരും ദാഹമുള്ളവരാണ്. നമുക്കറിയാം, നാവ് വറ്റുമ്പോൾ നമുക്ക് ദാഹമുണ്ടാകും. ഇതുപോലെ ഒരു മനുഷ്യൻ്റെ ആത്മാവ് ഒരു കാര്യത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ അവനെ ആത്മീയ മനുഷ്യനാക്കി മാറ്റുന്നത്. ലോകത്തിൻ്റെ ദാഹത്തിന് വേണ്ടി കെഞ്ചുന്ന മനുഷ്യരുടെ അവസ്ഥ ലോകമോഹങ്ങൾ വീണുപോകും. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ ആത്മാവിൻ്റെ ദാഹം എന്തിലാണ് എന്നുള്ളത് തിരിച്ചറിയുന്നതാണ് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭം. അതുകൊണ്ട് ഇന്ന് ഈ നിത്യജീവൻ ശുശ്രൂഷ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും സ്നേഹപൂർവ്വം അച്ഛൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ യഥാർത്ഥ ദാഹം എന്താണ്? മനുഷ്യൻ്റെ യഥാർത്ഥ ദാഹം എന്താണ്? യഥാർത്ഥ ദാഹം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ദൈവവുമായിട്ടുള്ള ഒരു ഐക്യ ബന്ധത്തെയാണ് യഥാർത്ഥ ദാഹമായിട്ട് മനുഷ്യൻ്റെ ആത്മാവ് ചിന്തിക്കേണ്ടത്. നമുക്കറിയാം, ഒരു ആത്മീയ ജീവിതത്തിൽ വളരുന്ന ഒരു വ്യക്തിക്ക് യഥാർത്ഥ ദാഹം ഉണ്ടാകുന്നത് എവിടെയോ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കേണ്ട യഥാർത്ഥ സത്തയായ ദൈവാനുഭവത്തെ എനിക്ക് നഷ്ടമാകുന്നു എന്നുള്ളത്. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മനുഷ്യൻ്റെ യഥാർത്ഥ ദാഹം എന്തിലാണ്, ആ യഥാർത്ഥ ദാഹം എന്താണ് എന്നുള്ളതാണ്. നമുക്ക് ചിന്തിക്കാം, എന്താണ് മനുഷ്യൻ്റെ യഥാർത്ഥ ദാഹം? അങ്ങനെ ചിന്തിക്കുമ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്താലാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ഐക്യമായിരിക്കും ഒരു സൃഷ്ടിയുടെ ഏറ്റവും വലിയ കൃപ നിറഞ്ഞൊരവസ്ഥ. നമുക്കറിയാം, ഒരു വസ്തു എന്തിൽ നിന്നുണ്ടായി ആ ഉണ്ടായ വസ്തുവുമായിട്ടുള്ള താതാത്മ്യപ്പെടലാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ യഥാർത്ഥ ദാഹം തീർക്കുക. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൽ നിന്നാണ്. തീർച്ചയായിട്ടും നമ്മുടെ ദാഹം സൃഷ്ടിക്കപ്പെട്ട ഞാൻ തീർച്ചയായിട്ടും ദൈവത്തിൽ എത്തിച്ചേരണം, ദൈവവുമായിട്ടുള്ളൊരു അഭേദ്യമായൊരു ബന്ധത്തിൽ ഞാൻ ചേരണം എന്നുള്ളതായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ദാഹത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എന്താണ് ആത്മാവിൻ്റെ ദാഹം എന്നൊരു ചോദ്യത്തിന് എന്തുത്തരമാണ് നമ്മുടെ മനസ്സാക്ഷിയിൽ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ ജീവിക്കുന്ന നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും? നമുക്കൊന്ന് ചിന്തിക്കാം, എന്താണ് ആത്മീയ ദാഹം എന്നത്? ദൈവ സാന്നിധ്യം അനുഭവിക്കാനും ദൈവ ഐക്യം പ്രാപിക്കാനും ഒരേ മനുഷ്യന് കൊതിക്കുന്നുണ്ട്. ഓരോ മനുഷ്യനും കൊതിക്കുന്ന ഒരു അവസ്ഥയാണ് ദൈവ സാന്നിധ്യം അനുഭവിക്കാനും അതുപോലെ ദൈവ ഐക്യം പ്രാപിക്കാനും. ഒരു വ്യക്തി സൃഷ്ടിക്കപ്പെട്ട് സൃഷ്ടാവിനോട് ചേർന്ന് ഐക്യപ്പെടാനും ആ സാന്നിധ്യം അനുഭവിക്കാനും ഓരോ ആത്മാവും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിജസ്ഥിതിയിലേക്ക് ഒരു ആത്മാവ് എത്തുന്നതാണ് ആ ആത്മാവിൻ്റെ ദാഹത്തിൻ്റെ പൂർണ്ണത മാറ്റിക്കിട്ടുന്നത്. നമുക്ക് ചിന്തിക്കാം, അതാണെങ്കിൽ എന്താണ് ഈ ദാഹം? ദാഹം എന്നത് മനുഷ്യാത്മാവിൻ്റെ അസ്തിത്വം എന്തിനാണോ ആ അസ്തിത്വത്തിലേക്ക് ചേരുക. അതാണ് ദൈവം. എൻ്റെ അസ്തിത്വം ദൈവത്തിലാണ് ഇരിക്കുന്നത്. കാരണം എൻ്റെ ആത്മാവ് വന്നിരിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. അതാണ് നമ്മളെല്ലാം കേൾക്കുന്നൊരു വചനമാണ്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, എന്നാൽ ശരീരത്തിലുള്ള ആത്മാവ് ഉപകരിക്കുന്നതാണ്. കാരണം ഈ ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിലാണ്. നമ്മുടെ ജീവിതത്തിൽ ആത്മാവ് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ജീവൻ പ്രാപിക്കുന്നത്. ഒരു പുരുഷന്റെ ബീജവും ഒരു സ്ത്രീയുടെ അണ്ഡവും ചേരുമ്പോൾ അത് ശരീരമായി മാറുന്നെങ്കിലും അതിന് ജീവൻ കിട്ടുന്നത് അത് ആത്മാവ് നൽകപ്പെടുമ്പോഴാണ്. അത് എവിടെ നിന്ന് ലഭിക്കപ്പെടുന്നു? അത് ദൈവത്തിൽ നിന്ന് എടുക്കപ്പെടുന്നതാണ്. അപ്പോൾ ദൈവം നൽകുന്നതാണ് ആത്മാവ്. തീർച്ചയായിട്ടും ഈ ആത്മാവിന് തിരിച്ച് ദൈവസന്നിധിയിൽ എത്താൻ ആഗ്രഹമുണ്ട്. അതാണ് പലപ്പോഴും മരണസമയത്ത് ആത്മാവ് ഒത്തിരി വേദനിക്കുന്നത്. ഞാൻ ദൈവത്തിലെ എത്തുമോ? എന്നെ തന്നെ സ്വയം കുറ്റപ്പെടുത്തുന്നത്. ഞാൻ ദൈവത്തിലെത്താൻ ഈ ലോകത്ത് തുരുമ്പും കീടങ്ങളും എടുക്കുന്ന ഈ ഭൂമിയിലെ സമ്പത്താണോ ഞാൻ സ്വരുകൂട്ടിയത്? മറിച്ച് എൻ്റെ ആത്മാവ് സന്തോഷിക്കുന്ന സ്വർഗരാജ്യത്തിൻ്റെ സമ്പത്താണോ ഞാൻ യഥാർത്ഥത്തിൽ അന്വേഷിച്ച് കണ്ടെത്തിയത്? തീർച്ചയായിട്ടും ഇതാണ് ഒരു ആത്മാവിൻ്റെ ദാഹം. മനുഷ്യാത്മാവിൻ്റെ അസ്തിത്വം എവിടെ നിന്നാണ്? ദൈവത്തിൽ. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ എൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും നിന്നെ സൃഷ്ടിച്ചു. അപ്പോൾ എൻ്റെ ഛായയും സാദൃശ്യവും ദൈവത്തിൻ്റെതാണ്. എൻ്റെ അസ്തിത്വം ദൈവത്തിലാണ്. ഈ ഭൂമിയിലുള്ളതോ എൻ്റെ മാതാപിതാക്കളിലല്ല. എൻ്റെ യഥാർത്ഥ അസ്തിത്വം ഇരിക്കുന്നത് എനിക്ക് ജീവൻ തരാൻ ദൈവം കൊടുത്ത എൻ്റെ മാതാപിതാക്കളോട് എനിക്ക് തന്ന എൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ്.
അതാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിലെ മനുഷ്യൻ്റെക്ക് ദാഹം. എന്നാൽ ഈ ഒരു ദാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും അതിനെക്കുറിച്ച് ധ്യാനിക്കാൻ നമ്മുടെ കണ്ണുകൾ അന്ധമായിരിക്കുകയാണ്. അതാണ് പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി. നിന്റെ കണ്ണുകളെ അന്ധമാക്കും. ഈ ആത്മാവിൻ്റെ ദാഹത്തിൽ നിന്ന് നമ്മളെ അന്ധമാക്കും. സങ്കീർത്തന പുസ്തകത്തിലെ 130 അധ്യായം 5-6 തിരുവചനം നമ്മൾ വായിച്ചാൽ തന്നെ നമുക്ക് കൃത്യമായിട്ടും ഈ ആത്മാവിൻ്റെ ദാഹത്തെക്കുറിച്ച് ദാവീദ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സങ്കീർത്തനം 130 5-6 തിരുവചനം അതിനെങ്ങനെയാണ് പറയുന്നത്? ഞാൻ കാത്തിരിക്കുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. വചനം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ കാത്തിരിക്കുകയാണ്. എൻ്റെ ആത്മാവ് വന്ന ഇടങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ തിരിച്ചയക്കാൻ ദാവീദ് പറയുകയാണ്, ഞാൻ കാത്തിരിക്കുന്നു. തുടർന്ന് പറയുക, എൻ്റെ ആത്മാവ് കർത്താവിനെയാണ് കാത്തിരിക്കുന്നത്. ഞാൻ എന്തിനാണ് കാത്തിരിക്കുന്നത് എന്ന് പറയുമ്പോഴും ആരെയാണ് കാത്തിരിക്കുന്നത്? എന്നെ സൃഷ്ടിച്ച എൻ്റെ സൃഷ്ടാവായ ദൈവത്തെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. തുടർന്ന് പറയുകയാണ്, അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശിച്ചു. ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ ഞാൻ നിങ്ങളെയും നിങ്ങളുടെ ആത്മാവിനെയും കൂട്ടിക്കൊണ്ടുപോകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് സ്വർഗമെന്ന ദൈവം ഇരിക്കുന്ന ഇടങ്ങളിലേക്കാണ്. തുടർന്ന് വചനം പറയാണ്, പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാവൽക്കാരൻ. നമുക്കറിയാം, രാത്രികളിൽ നമ്മുടെ വീടിന് പുറത്ത് നിൽക്കുന്ന ഒരു കാവൽക്കാരൻ ആ രാത്രിയുടെ യാമങ്ങളെ നോക്കി നിൽക്കും. എന്താണെന്നറിയോ? ഒരു പ്രഭാതം ഒന്ന് പൊട്ടിവിടരാൻ. കാരണം അവൻ ഉറക്കമൊളിച്ച് കാത്തിരിക്കുന്നത് ഈ പ്രഭാതത്തിൻ്റെ സാന്നിധ്യങ്ങളെയാണ്. ഇതുപോലെയാണ് ഒരു കാവൽക്കാരൻ. ഇതുപോലെ നമ്മുടെ ആത്മാവും നമ്മുടെ ഉള്ളിലെ ഇരുട്ടുകളെ അതിലംഘിച്ച് അതിനെ കടന്നുപോയി സ്വർഗമെന്ന പ്രഭാതത്തെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നമ്മൾ ചിന്തിക്കേണ്ടത് അതാ, നമ്മുടെ ഉള്ളിലെ ആത്മാവിൻ്റെ ദാഹത്തിന് വേണ്ടി ഞാനും നിങ്ങളും എത്രമാത്രം പ്രവർത്തിച്ചു. നമ്മുടെ ഉള്ളിലെ ഇരുണ്ട അറകളിലുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആത്മാവിന് സ്വാതന്ത്ര്യം നേടുന്നത് സ്വർഗത്തെ ലക്ഷ്യമാക്കി, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തെ ദൈവ ഇടങ്ങളിലേക്ക് ചെല്ലാനുള്ള നമ്മുടെ ആത്മാവിൻ്റെ ആഗ്രഹമാണ്. സങ്കീർത്തന പുസ്തകത്തില് 84 അധ്യായം 1-2 തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്രയോ മനോഹരമാണ്. ഞാൻ ഇന്ന് വരെ കണ്ട വാസസ്ഥലങ്ങളെക്കാൾ എത്രയോ മനോഹരമാണ് അങ്ങയുടെ വാസസ്ഥലം. എന്നിട്ട് വചനം പറയാണ്, എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ച് തളരുന്നു. എൻ്റെ ആത്മാവിൻ്റെ ആഗ്രഹം അങ്ങായിരിക്കുന്ന ഇടങ്ങളിൽ എത്തിച്ചേരാനായിട്ട് ആഗ്രഹിക്കുന്നു. തുടർന്ന് പറയാണ്, എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആനന്ദ ഗീതം ആലപിക്കുന്നു. എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും എന്നും ആനന്ദിക്കുന്നത് അവിടുത്തെ ആനന്ദഗീതം പാടിക്കൊണ്ടാണ്. ഇത് യഥാർത്ഥത്തിൽ ദാവീദ് പറയുമ്പോൾ ദാവീദിന് നഷ്ടങ്ങളുടെ ഒരു കഥയുണ്ടായിരുന്നു ജീവിതത്തിൽ. അവൻ്റെ ആത്മാവ് ആഗ്രഹിക്കാതെ ശരീരം ആഗ്രഹിക്കുന്ന പല തിന്മകളുടെ ജഡിക പാപങ്ങളിൽ അവൻ വീണുപോയിരുന്നു. അതിനുശേഷം ആത്മാവ് കൊണ്ട് ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ദാവീദിൻ്റെ ഈ പ്രാർത്ഥന. എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾ വീടുപോയപ്പോൾ ഞാൻ നശിച്ചു പോയിരുന്നു. എന്നാൽ ഇപ്പോൾ എൻ്റെ ആത്മാവ് ദൈവത്തിൽ ആനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് സ്വർഗത്തിൽ പോകണം. ഈ ശരീരം കൊണ്ടല്ല എനിക്ക് സ്വർഗത്തിൽ, എൻ്റെ ആത്മാവിന് മാത്രമേ സ്വർഗത്തിൻ്റെ കവാടങ്ങളിൽ മുട്ടി തുറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന ഒരു ദാഹം തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നെന്ന് സങ്കീർത്തനം പറയാം. തുടർന്ന് സങ്കീർത്തന പുസ്തകം 42 അധ്യായം 1-2 തിരുവചനം. നിങ്ങൾ ദാവീദിന്റെ സങ്കീർത്തനം എടുത്താൽ സങ്കീർത്തകൻ എപ്പോഴും പറയുന്നത് ആത്മാവിന്റെ പ്രാർത്ഥനയെ കുറിച്ചാണ്. സങ്കീർത്തനങ്ങളിൽ 150 സങ്കീർത്തനങ്ങളും ആത്മാവിന്റെ പ്രാർത്ഥനയെക്കുറിച്ച്, ആത്മാവ് ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ദാവീദ് പറയുന്ന സങ്കീർത്തനങ്ങൾ മുഴുവൻ തന്നെ. സങ്കീർത്തനം 42 1-2 തിരുവചനം പറയാണ്, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായിട്ടാണ് ദാഹിക്കുന്നത്. ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക? നമ്മൾ ചിന്തിക്കുക, നമുക്കറിയാം, ഒരു നീർച്ചാൽ തേടുന്ന മാൻപേട എന്ന് പറഞ്ഞാൽ വെള്ളം ദാഹിക്കുന്ന, രാത്രിയാമങ്ങളിൽ വെള്ളം ദാഹിച്ച് വെള്ളത്തിൻ്റെ മണം തേടി വരുന്ന മാൻപേടകൾ അവർ ഓടി വരും. നമുക്കറിയാം, വഴിയോരങ്ങളിൽ ഓടിപ്പോയിട്ട് വെള്ളം കുടിക്കുന്ന ആനകൾ, അതുപോലെ ജീവികൾ, കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം ഈ ഉച്ചവെയിലിൻ്റെ ചൂടേറ്റ് രാത്രിയിൽ ആരുമില്ലാത്ത സമയങ്ങളിൽ കാടുകളുടെ ഏകാന്തതയിൽ പോയിട്ട് വെള്ളം കുടിക്കാൻ ചെല്ലും.
ഇതുപോലെ തന്നെ എൻ്റെയും നിങ്ങളുടെയൊക്കെ ആത്മാവ് ചില സമയങ്ങളിൽ ശോഷക അവസ്ഥയിൽ പോകും. ഒന്നിനും ഒരു സന്തോഷം തോന്നാത്ത ദുർദിനങ്ങളും കാലങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോൾ നമ്മൾ ദാഹിക്കേണ്ടത് ദാവീദ് പറഞ്ഞ പോലെ എൻ്റെ ആത്മാവ് ദൈവത്തെ കാണാൻ വാഞ്ചിച്ച് കാംക്ഷിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് കൃപയായിട്ട് മാറുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ആത്മാവിൻ്റെ യഥാർത്ഥ ദാഹം സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടാവിനോട് ചേർന്ന് നിന്ന് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. നമുക്കതുകൊണ്ട് പ്രധാനമായിട്ടൊരു 4 കാഴ്ചപ്പാടുകളെ കുറിച്ച് ചിന്തിക്കുകയാണ്. മനുഷ്യാത്മാവ് ദൈവത്തിനായുള്ള ഈ അന്തർദാഹത്തിൽ പ്രധാനമായിട്ടും നമുക്ക് 4 കാരണങ്ങൾ കാണാം. ഒരു ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹമാണ് ദൈവത്തെ നേടുക എന്നുള്ളത്, പുറമോടികളായിട്ടുള്ള കാര്യങ്ങളല്ല. യഥാർത്ഥത്തിൽ ഒരു ആത്മാവ് ദൈവത്തെ കാണാൻ ആഗ്രഹിക്കേണ്ടത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം വേണം. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ് ആരാണ്? അവൻ എന്തുകൊണ്ട് എന്നെ സൃഷ്ടിച്ചു? ഞാൻ അവനെതിരെ തെറ്റ് ചെയ്തിട്ടും അവൻ എന്നെ ശിക്ഷിക്കുന്നില്ല. അവൻ എന്നെ സ്നേഹിക്കുന്നു. അവസാനം വരെ എനിക്ക് വേണ്ടി അവൻ പീഡകൾ സഹിക്കുന്നു. അവസാനം എനിക്ക് ഉത്ഥാനം എന്ന മഹോന്നതമായ കൃപയിലൂടെ നിത്യജീവൻ എനിക്ക് പ്രദാനം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ കർത്താവേ, എന്തിനാണ് അങ്ങ് എനിക്കിത് തന്നത്? അതിനുള്ള 4 കാരണങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമത്തെ കാരണം, ദൈവം സ്വന്തം ഛായയിൽ തൻ്റെ മനുഷ്യരെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. ദൈവത്തിൻ്റെ നമ്മുടെ അന്തർഗതങ്ങൾ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നതിന് ഒന്നാമത്തെ കാരണമായി മാറേണ്ടത് എൻ്റെ സൃഷ്ടാവ് ദൈവമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ കണ്ണാട വെച്ച കുട്ടികളോട് ചോദിക്കാൻ, മക്കളെ നിങ്ങളുടെ ഈശോ കണ്ണാട വെച്ചിട്ടുണ്ടോ? അപ്പോൾ അവർ പറയില്ല, ഞങ്ങളുടെ ഈശോ കണ്ണാട വെച്ചിട്ടില്ല. ചില പെൺകുട്ടിയോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഈശോയ്ക്ക് മീശയും താടിയും ഉണ്ടോ? അവർ പറയാറുണ്ട്, ഞങ്ങളുടെ ഈശോയ്ക്ക് മീശയും താടിയും ഉണ്ട്. അപ്പോൾ ഏത് കളറാണ്? അപ്പോൾ അവർ ഏതെങ്കിലും ചിത്രത്തിൽ കണ്ട മീശയുടെയും താടിയുടെയും ഈശോയുടെ ചിത്രത്തിൽ കണ്ട കളറുകൾ പറയാം. എന്നാൽ യഥാർത്ഥത്തിൽ ഈശോയുടെ നിറം എന്താണ്? ഈശോയുടെ ഭംഗി എന്താണ്? ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഈശോയ്ക്ക് മീശയും താടിയും ഇല്ല. കാരണം എന്താ? അവളെ സൃഷ്ടിച്ച ദൈവത്തെ അവളുടെ മുഖത്ത് കണ്ണാടിയിൽ മുഖാമുഖം കാണാത്തത്തോടത്തോളം കാലം അവൾ ചിത്രത്തിൽ കണ്ട യേശുവിനെ മാത്രമേ അറിയുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ വചനം പറയുന്നില്ല, ഞാൻ എൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും നിന്നെ സൃഷ്ടിച്ചു. യഥാർത്ഥത്തിൽ എൻ്റെ ഛായയും സാദൃശ്യവും എൻ്റെ ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ദൈവത്തെ ആരാധിക്കുന്നത്. ഇത്രയും കുറവുകൾ ഉണ്ടെങ്കിലും എൻ്റെ ദൈവത്തിനും അതേ കുറവുകളുണ്ട് എന്ന മനോഭാവത്തിലേക്കാണ് ഈശോ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈശോ നമ്മളെക്കാൾ ഭംഗിയുള്ളവനല്ല, നമ്മളോട് സമാനതകൾ നിലനിർത്തി നിൽക്കുന്ന ഒരു ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ് നമുക്കുള്ളത് എന്നുള്ളത് ബോധ്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവം തന്ന ഈ ഛായയോർത്ത് നന്ദി പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ദാഹം മാറ്റുകയാണ്. കറുത്ത വ്യക്തിയെന്നോ വെളുത്ത വ്യക്തിയോ ഒന്നും ഒരു പ്രശ്നമല്ല. എൻ്റെ നിറം മുഴുവൻ എൻ്റെ ക്രിസ്തുവിൻ്റെതാണെന്നുള്ള ബോധ്യമാണ് എനിക്ക് ഒന്നാമത്. ഇതാണ് ഒന്നാമത്തെ കാരണം, ഞാൻ എൻ്റെ ആത്മാവ് ക്രിസ്തുവിലെത്താൻ ആഗ്രഹിക്കാൻ കാരണം. രണ്ടാമത്തത്, മനുഷ്യാത്മാവ് ദൈവത്തെ പ്രാപിക്കുക എന്നത് ആ ആത്മാവിൻ്റെ ലക്ഷ്യമായതുകൊണ്ടാണ്. നമുക്കറിയാം, മരിക്കുമ്പോൾ ശരീരമൊന്നും ദൈവസന്നിധിയിലെത്തില്ല. നമ്മളായിരിക്കുന്ന ഈ ശരീരം ഈ ഭൂമിയിൽ 6 അടി മണ്ണിലേക്ക് അഴിഞ്ഞ് ഇല്ലാണ്ടാവും. അനേകം പുഴുക്കൾക്ക് തിന്നാനുള്ളതും നമ്മൾ തിന്ന് നമ്മളാക്കി വേസ്റ്റാക്കിയിട്ടുള്ള ഈ ഭൂമിയിലെ പല പുഴുക്കളും കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിനും. എന്നാൽ ഒരു കാര്യത്തെ മാത്രം ഒരിക്കലും ഈ ജീവജാലങ്ങൾക്ക് തിന്നാൻ പറ്റില്ല, ഒരു മനുഷ്യൻ്റെ, അത് ആത്മാവാണ്. ഈ ആത്മാവിനെ മാത്രം ഒരു വ്യക്തിക്കും നശിപ്പിക്കാൻ പറ്റില്ല. ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നതാണ്. ഒരു മനുഷ്യൻ വിചാരിക്കണം, ആത്മാവിരിക്കുന്ന ശരീരത്തിന് മാത്രമേ ആത്മാവിനെ ഇല്ലാതെ ആക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഒന്നിനും അതിനെ നശിപ്പിക്കാൻ പറ്റില്ല. നമുക്കറിയാം, ഒരു മാങ്ങ പുഴു വരുന്നതിന് കാരണം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്താറ് പലപ്പോഴും അത് പൂവിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ശൈശവത്തിൽ അതിലേക്ക് ചില പൂമ്പാറ്റകൾ അല്ലെങ്കിൽ ചെറിയ വണ്ടുകൾ കയറി അതിൽ പോയിട്ട് മുട്ടയിടും. അങ്ങനെ ആ കുഞ്ഞുങ്ങൾ അതിൽ ഇരിക്കും. പിന്നീട് ആ മാങ്ങ വലുതാകുന്നതനുസരിച്ച് അതിൻ്റെ പല പൂവുണ്ടാകുമ്പോൾ ഈ പുഴുക്കൾ അതിൽ നിന്ന് വളർന്ന് അതിനെ തിന്ന് നശിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മുടെ ആത്മാവ് ബാല്യത്തിൽ അസ്വസ്ഥതകളും തിന്മകളും നിറഞ്ഞ ഈ ലോകത്തിൻ്റെ ചില വണ്ടുകളെ ചിലപ്പോൾ ജന്മം കൊടുക്കാൻ നമ്മളാകുന്ന പൂവണ്ടിലേക്ക് കയറിയിരിക്കും. പിന്നീട് വളർച്ചയുടെ കാലഘട്ടത്തിൽ നമ്മുടെ ആത്മാവ് അറിയാതെ അതിൻ്റെ നീര് മുഴുവൻ വലിച്ചു കുടിച്ചിട്ട് പിന്നീട് അത് മുറിച്ചു നോക്കുമ്പോൾ ഒരു ഫലമില്ലാതെ നശിച്ചു പോകും. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ആത്മാവിൻ്റെ നിജസ്ഥിതികളെ തിരിച്ചറിഞ്ഞ് നമ്മളിനി വിശുദ്ധീകരിക്കപ്പെടേണ്ട കാലഘട്ടമാണ്. അതുകൊണ്ട് മനുഷ്യാത്മാവ് ദൈവത്തെ പ്രാപിക്കുക എന്നുള്ളതാണ് ഒരു ആത്മാവിൻ്റെ ലക്ഷ്യമെന്ന് നമ്മൾ തിരിച്ചറിയുക. സങ്കീർത്തന പുസ്തകത്തിൽ 36-ാം അധ്യായം 9-10 തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: അങ്ങിലാണ് ജീവന്റെ ഉറവ, അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം. അങ്ങയെ അറിയുന്നവർക്ക് അങ്ങയുടെ കാരുണ്യം, നിഷ്കളങ്ക ഹൃദയർക്ക് അങ്ങയുടെ രക്ഷയും തുടർന്ന് അങ്ങ് നൽകുന്നു.
സങ്കീർത്തനം 36-ാമത്തെ അധ്യായത്തിൽ വചനം പറയാണ്, അങ്ങിലാണ് ജീവന്റെ ഉറവ. ഞാൻ അങ്ങയുടെ ഉറവയെ തേടി നിൽക്കുന്നൊരു വ്യക്തിയാണ്. കാരണം എൻ്റെ ദാഹം തീർക്കാൻ അങ്ങയുടെ ഉറവയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടാത്ത സ്നേഹത്തിൻ്റെ ഉറവ യഥാർത്ഥ ദൈവമായ പിതാവായ ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുള്ളൂ. എൻ്റെ അമ്മയിൽ നിന്ന് കിട്ടാത്ത എൻ്റെ സ്നേഹത്തിൻ്റെ കുറവുകൾ എനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. ഈ ലോകത്ത് മുഴുവൻ എനിക്ക് മുറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മുറിവ് ഉണക്കാൻ കഴിവുള്ള ദൈവത്തിലെ എനിക്ക് സൗഖ്യമുള്ളൂ എന്ന് തിരിച്ചറിയുക. അല്ലാതെ എനിക്ക് നഷ്ടപ്പെട്ടത് ഈ ലോകത്ത് തന്നെ തേടി പോകരുത്. ലോകം നഷ്ടപ്പെടുത്തിയതിനെ ദൈവത്തിനെ വീണ്ടെടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, രണ്ടാമത്തത് ഒരു മനുഷ്യാത്മാവിൻ്റെ ആഗ്രഹമാണ് ദൈവത്തെ പ്രാപിക്കുക എന്നുള്ളത്. മൂന്നാമത്തത്, യേശു തൻ്റെ രക്തം കൊടുത്താണ് നമ്മൾ വീണ്ടെടുത്തത്. ഒരു വ്യക്തി തൻ്റെ ജീവന്റെ, നമുക്കറിയാം, ഒരു ജീവൻ നിലനിൽക്കണമെങ്കിൽ അത് രക്തം പമ്പ് ചെയ്യപ്പെടണം. ശിരസ് മുതൽ ഉള്ളങ്കാല് വരെയുള്ള എല്ലാ ഞെരുമ്പുകളിലൂടെയും ഒരേ സമയം ഒരേ പ്രഷറിൽ രക്തം പമ്പ് ചെയ്യുമ്പോഴാണ് കൈവിരലുകൾ അനങ്ങുന്നത്, കൈകൾ അനങ്ങുന്നത്, കണ്ണുകൾ കാഴ്ചശക്തി കിട്ടുന്നത്. കാരണം രക്തോട്ടം എവിടെ നിൽക്കുന്നോ അവിടെ മനുഷ്യൻ തളർന്നു വീഴും. അവിടെ അവന് ശാരീരികമായ രക്തോട്ടം നിൽക്കുമ്പോൾ അവന് ഹൃദയാഘാതം മുതൽ അവൻ മരണത്തിൽ വരാം. ഈ ബ്രെയിനിലേക്ക് രക്തം നിലയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഞെരുമ്പ് പൊട്ടിക്കുമ്പോഴോ രക്തം പുറത്തു പോകുമ്പോൾ ബ്രെയിൻ ഡെത്ത് നടക്കുന്നത്. അപ്പോൾ രക്തം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മനുഷ്യന്റെ ശരീരം അനങ്ങണമെങ്കിൽ, ഒരു മനുഷ്യന്റെ ശരീരം ജീവൻ പ്രാപിക്കണമെങ്കിൽ ചൂടുള്ള അവന്റെ രക്തം ശരീരത്തിന്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഒരേ നിമിഷം ഓടിക്കൊണ്ടിരിക്കണം. അങ്ങനെ സ്നേഹമുള്ള ഈശോ പറയുകയാണ്, ഞാൻ എൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവരാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ആ ശരീരം മുഴുവൻ അനങ്ങിയ, ക്രിസ്തുവിന്റെ മാനുഷിക ശരീരത്തെ അനക്കിയ ആ രക്തം ഈ കാൽവരിയുടെ യാത്രയിൽ ചാട്ടവേർ കൊണ്ട് അടിക്കപ്പെട്ടപ്പോൾ ഒഴുകിയപ്പോൾ ഈശോയുടെ ശരീരത്തെക്കാൾ കൂടുതൽ നിന്റെ ശരീരത്തെ, നിന്റെ മനസാക്ഷിയെ, നിന്റെ ആത്മാവിനെ ദൈവം സ്നേഹിച്ചു. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം, യേശു തൻ്റെ രക്തത്താൽ, തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആത്മാക്കളാണ് നമ്മൾ. അതുകൊണ്ട് ഞാൻ ആ രക്തത്തിന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ് എന്നൊരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ എൻ്റെ ആത്മാവിൽ യേശുവിനെ പ്രാപിക്കാനുള്ള ദാഹം വർദ്ധിപ്പിക്കുന്നത്. നാലാമത്തതായിട്ടും അവസാനമായിട്ടും പറയുന്നത്, പൂർണ്ണത ആഗ്രഹിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണതയിൽ വളരണമെങ്കിൽ പൂർണ്ണതയുള്ള വ്യക്തിയോട് ചേർന്ന് നിൽക്കണം. ഈ ലോകത്ത് ഏക പൂർണ്ണതയുള്ള വ്യക്തിയുടെ പേരാണ് ദൈവം. എല്ലാത്തിനെയും അപൂർണതയെയും പൂർണ്ണതയെയും ഒരുപോലെ സൃഷ്ടിക്കാൻ കഴിവുള്ള പൂർണ്ണ ആത്മാവുള്ള ദൈവത്തിൻ്റെ ശക്തി, അതാണ് ദൈവം എന്ന് വിളിക്കുന്നത്. എല്ലാത്തിൻ്റെയും പൂർണ്ണത, പെർഫെക്ഷൻ കൊടുക്കാൻ കഴിയുന്നവൻ ദൈവം മാത്രമാണ്. അപ്പോൾ ഞാനെന്ന അപൂർണതയെ പൂർണ്ണതയോട് ചേർത്ത് വെക്കുമ്പോൾ അത് കൃപയായിട്ട് മാറും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഒരു സോളാർ സെല്ല് ഇരുട്ടുമുറിയിൽ വെച്ചാൽ ഒരിക്കലും അതിൻ്റെ പൂർണ്ണത വരികയില്ല. ആ സോളാർ സെല്ലിൽ നിന്ന് ഒരിക്കലും കരണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടില്ല. എന്നാൽ ആ സോളാർ സെല്ല് സൂര്യൻ്റെ പ്രകാശമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ ആ സൂര്യൻ്റെ പ്രകാശം കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അതിനെ ആകർഷണം ചെയ്ത്, അതിനെ ആഗീരണം ചെയ്ത് ശരീരത്തിലേക്ക് കൊണ്ടുവന്ന് ആ സോളാർ സെല്ലുകൾ കരണ്ട് ഉൽപ്പാദിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ഇരുട്ടറകളിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മാവ് എന്ന സോളാർ സെല്ലിന് ഒരിക്കലും സൂര്യൻ്റെ പ്രകാശം, ദൈവത്തിൻ്റെ ഈ ശക്തിയെ സ്വീകരിക്കാൻ കഴിയില്ല. മറിച്ച് ദൈവം ഇരിക്കുന്ന ഇടങ്ങളിലേക്ക് നമ്മൾ ചെല്ലും. നമ്മൾ ഈ ലോകത്തിൻ്റെ ഇരുണ്ടറകളിൽ ഇരുന്ന് ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും ഒരു പ്രകാശവും പുറത്തു വരില്ല. എന്നാൽ നമ്മുടെ ആത്മാവാകുന്ന ഈ സോളാർ സെല്ലിനെ ദൈവ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ കൊണ്ടുവച്ചാൽ അവിടെ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അത് സ്വീകരിക്കാൻ ആ സെല്ലിന് കഴിയുമെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. ഇതാണ് യഥാർത്ഥം. അതുകൊണ്ട് പൂർണ്ണത ആഗ്രഹിക്കുന്ന, വിശുദ്ധി വളരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇരുട്ടറകളിലല്ല ഇരിക്കേണ്ടത്. മറിച്ച് ആത്മാവ് ദാഹിക്കുന്ന ദൈവ സാന്നിധ്യം, പ്രാർത്ഥനാ മുറികളിൽ, ബലിപീഠങ്ങളിൽ പോയിരുന്ന് ആ സൂര്യപ്രകാശം, ദിവ്യകാരുണ്യം എന്ന സൂര്യന്റെ മുന്നിലിരുന്ന് ഞാനാകുന്ന സോളാർ സെല്ലിനെ ചാർജ് ചെയ്യുമ്പോൾ മരണശേഷം എൻ്റെ ആത്മാവ് ഈ മുഖാഭിമുഖം കണ്ടത് യഥാർത്ഥമായ സാന്നിധ്യമാകുന്ന ദൈവ സാന്നിധ്യത്തിലേക്ക് എൻ്റെ ആത്മാവ് തന്നെ എത്തിച്ചേരാൻ ദൈവം തന്നെ ഇടവരുത്തുമെന്നുള്ളതാണ് നാലാമത്തെ കാര്യം. അപ്പൊ നാല് കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞത്. ഒന്ന്, സ്വന്തം ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തെ അറിഞ്ഞ് അനുഭവിക്കുന്നത് ആത്മാവിന്റെ ദാഹമാണ്. രണ്ടാമത്തത്, മനുഷ്യാത്മാവ് ദൈവത്തെ പ്രാപിക്കുക എന്നുള്ളത് ഈ ആത്മാവിന്റെ ത്വരയാണ്, അഭിവാഞ്ചയാണ്. മൂന്നാമത്തത്, എൻ്റെ ദൈവം അവൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു ജീവിതമാണ്. നാലാമത്തത്, പൂർണ്ണത ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ എന്ന ആത്മാവിൻ്റെ സോളാർ സെല്ലിന് സൂര്യനെ പോലെയുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ആത്മാവിന് ദൈവാനുഭവത്തിൽ വളരാൻ കഴിയാത്തത്? അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്,
പാപത്തിൻ്റെ സ്വാധീനം മൂലം ആത്മാവ് തളരുന്നു. ഒരു വ്യക്തിയുടെ പാപം ആ വ്യക്തിയുടെ ആത്മാവ് ആഗ്രഹിക്കുന്നത് കേൾക്കാൻ ആ വ്യക്തിക്ക് സാധിക്കാതെയും. ശരിക്കും ആത്മാവിൻ്റെ സ്വരം കേൾക്കുന്നവനാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ പറയുന്നുണ്ട്, ഇത് ചെയ്യണ്ട കേട്ടോ, ഇത് തെറ്റാണ്, ഇത് നിന്റെ നാശത്തിന് കാരണമാകുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ചില പാപങ്ങൾ അതിനേക്കാൾ കൂടുതൽ ചെയ്തു വരുമ്പോൾ സ്വരത്തിൻ്റെ മുകളിൽ അതൊരു പാത്രം കൊണ്ട് മൂടിയതുപോലെയോ, അപ്പൊ പിന്നെ സ്വരം കേൾക്കാതെയോ ചെറിയൊരു കമ്പനം മാത്രമായിട്ട് മാറും. ഇതുപോലെയാണ് പാപം വർദ്ധിക്കുന്നിടത്ത് സ്വരം നഷ്ടപ്പെടും, എന്നാൽ പാപത്തെ കഴുകിക്കളയുന്നിടത്ത് സ്വരം വീണ്ടെടുക്കപ്പെടും എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇന്ദ്രിയങ്ങളുടെ പ്രേരണകൾക്ക് വിധേയപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവ് വേദനിക്കും. കണ്ണിൻ്റെ, ശരീരത്തിൻ്റെ, പഞ്ചേന്ദ്രിയങ്ങളുടെ സ്വാധീനങ്ങൾക്ക് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ എൻ്റെ ആത്മാവ് വേദനിക്കുന്നു. യഥാർത്ഥത്തിൽ പഞ്ചേന്ദ്രിയങ്ങളിലുള്ള സ്വാധീനങ്ങളെല്ലാം നന്മ ചെയ്യാനുള്ളതാണ്. നമുക്കറിയാം, പഞ്ചേന്ദ്രിയങ്ങളിൽ നമുക്ക് തരുന്ന വിചാരങ്ങൾ ചിലത് നന്മയ്ക്ക് വേണ്ടി ദൈവം തരുന്ന, എന്നാൽ ആ സ്വാധീനങ്ങളെ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ ആത്മാവ് ഒത്തിരി വേദനിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക. ഈ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പാപത്തിൻ്റെ സ്വാധീനത്തിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ ആത്മാവിന് ഒരിക്കലും ദൈവ സാന്നിധ്യം കൊണ്ട് അനുഭവിക്കാൻ പറ്റില്ല. രണ്ട്, പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണമില്ലാത്ത അവസ്ഥകൾ പലപ്പോഴും ആത്മാവിനെ ദുഃഖത്തിലാക്കുന്നുണ്ട്. സങ്കീർത്തനം 38:15 പറയാം, കർത്താവേ, അങ്ങേക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങാണ് എനിക്ക് ഉത്തരമരുളേണ്ടത്. എൻ്റെ ആത്മാവ് കർത്താവിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങേക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ. ആ ഒരു ചിന്താഗതി നമുക്ക് വേണം. സമരിയക്കാരിയുടെ ജീവിതം നമുക്കെടുക്കാം. സമരിയക്കാരി എന്ന വ്യക്തിക്ക് ദാഹമുണ്ടായിരുന്നു, അത് പഞ്ചേന്ദ്രിയങ്ങളുടെ ദാഹമായിരുന്നു. എന്നാൽ ആത്മാവിൻ്റെ ദാഹം എന്താണെന്ന് ഈശോ ആ സമരിയക്കാരി കിണറ്റിൻ്റെ കരയിൽ വരുമ്പോൾ ഈശോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവളുടെ അവസ്ഥ എന്താണ്? അവൾക്ക് സത്യം അറിയില്ലായിരുന്നു. അവളുടെ ഉള്ളിൽ സത്യം മൂടപ്പെട്ടിരുന്നു. നമ്മുടെ ഉള്ളിലും പാപം എന്നത് നമ്മുടെ ആത്മാവിൻ്റെ സത്യങ്ങളെ മൂടി വെക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പെൺകുട്ടിയെ കാണാൻ എന്നോട് വന്നു. ആ പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അവളുടെ ശരീരം മുഴുവൻ അവൾ പ്രേമിക്കുന്ന, പ്രായപൂർത്തിയാകാത്ത ഈ പെൺകുട്ടിയെ പ്രേമിച്ച ഒരു പയ്യൻ അവളുടെ ശരീരം മുഴുവൻ സിഗരറ്റ് കൊണ്ട് കത്തിച്ച് ശരീരം മുഴുവൻ പൊള്ളിച്ചിരിക്കുക. അങ്ങനെ അവൻ ശിക്ഷാർഹമായി ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. എന്നിട്ടും ഈ പെൺകുട്ടി പറയുന്നതെന്നറിയോ? എൻ്റെ ശരീരം മുഴുവൻ പൊള്ളിച്ച ആ മനുഷ്യൻ എനിക്ക് മതി, എന്നെ കൊല്ലാകൊല ചെയ്ത ആ മനുഷ്യൻ എനിക്ക് മതി. ഇന്ന് വരെ എന്നെ അടിക്കാത്ത എൻ്റെ അപ്പനെ എനിക്ക് വേണ്ട, ഇന്ന് വരെ എന്നെ ചീത്ത പറയാത്ത എൻ്റെ അമ്മയെ എനിക്ക് വേണ്ട, എന്നാൽ എന്നെ ദ്രോഹിച്ച, എൻ്റെ ശരീരത്തെ പിച്ച് ചിന്തിയ ആ വ്യക്തിയെ മതി. ഇതാണ് സ്നേഹമുള്ളവരെ യഥാർത്ഥത്തിൽ സത്യം മറച്ചു വെക്കപ്പെട്ടൊരവസ്ഥ. പാപിനിയായ സ്ത്രീക്കും അത് തന്നെയായിരുന്നു. അവസാനമായിട്ട് തിരിച്ചറിവ് കിട്ടിയപ്പോൾ സമരിയക്കാരി അവളുടെ ആത്മാവിനെ ദൈവത്തിന് കൊടുത്തു. ഇങ്ങനെ തിരിച്ചറിവുള്ളവരായി നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റാൻ കഴിയണം. അതുകൊണ്ട് ഒരു മനുഷ്യാത്മാവിൻ്റെ യഥാർത്ഥ ദാഹം ദൈവത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. നമുക്ക് കരങ്ങൾ കൂപ്പാം. കർത്താവെ, ഒരു സമരിയക്കാരിയെ പോലെ, തിരിച്ചറിവില്ലാത്തവരെ പോലെ ജീവിക്കാനല്ല, തിരിച്ചറിവുള്ളവളെ പോലെ, സമരിയക്കാരിയെ പോലെ തിരിച്ചു വന്ന് ദൈവത്തിൻ്റെ യഥാർത്ഥ ദാഹത്തിന് എൻ്റെ ആത്മാവിനെ സമർപ്പിക്കാൻ എനിക്ക് കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, ഈ നിത്യജീവൻ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന എല്ലാവർക്കും ദൈവത്തിൽ എത്തിച്ചേരാനുള്ള ഒരു ആത്മാവിൻ്റെ ദാഹം നൽകി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾക്കും നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.